ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു നാരോ പല്ലാസോ പോലത്തെ പാൻറ്റാണ് നമ്മൾ ഇന്നോട് സ്റ്റിച്ച് ചെയ്യുന്നത്. പെൻസിൽ പാൻറ്റൊക്കെ പോലത്തെ മോഡൽ. പക്ഷേ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഒത്തിരി ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ അത്യാവശ്യം ലെങ്ത്തിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്ക് നോക്കാം. അപ്പോൾ തുണീനെ ആദ്യം തന്നെ ഞാൻ നിവർത്തിയിട്ടിട്ട് രണ്ടാക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായി ചുളുക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നൊക്കെ നിവർത്തി ഒന്ന് ഇടട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കണം, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. പിന്നെ പോരാത്തന്നെ എനിക്കത് എൻഡിങ് ആ പീസ് അത് കാരണം കൊണ്ട് അവിടെ ഇത്തിരി കയറി ഇറങ്ങിയൊക്കെ നിൽക്കണ്ട. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആക്കാനും പിന്നെ ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇതിട്ടിട്ടാണ് അതൊന്ന് ലൈൻ കൊടുക്കുന്നുണ്ട് നമുക്ക്. ഇനി അതിൻ്റെ മേലേന്ന് ടോപ്പ് ഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് താഴ്ത്തി അതിൻ്റെ ബെൽറ്റ് 2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം വണ്ണമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഈ പാൻറ്റ്. നമുക്ക് ശരിക്കും പെൻസിൽ പാൻറ്റ് പോലെ നിൽക്കണ അങ്ങനെ സ്ലിം ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് അല്ല, കുറച്ച് ലൂസിലൊക്കെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് മേലയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്രോച്ച് വിടുത്ത് നോക്കണം. ക്രോച്ച് വിടുത്ത് ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു 12 ക്രോച്ച് വിടുത്ത് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ജസ്റ്റ് ഒന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ക്രോച്ച് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ക്രോച്ച് ലെങ്ത് ഞാൻ 12.5 എടുക്കുന്നത്. അവിടേക്ക് നമുക്ക് അങ്ങനെ ഒന്ന് ക്രോച്ച് വിഡ്ത്തും ക്രോച്ച് ലെങ്ത്തും തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അത് മേലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇനി എക്സ്ട്രാ ആ കോർണറിൽ നിന്ന് എക്സ്ട്രാ നമുക്ക് ഇപ്പം 12 മാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് നീങ്ങിയിട്ടാണ് അതിൻ്റെ ക്രോച്ചിൻ്റെ ആ ഭാഗം, ആ കുഴിച്ച് നിൽക്കുന്ന ഒരു ഭാഗമില്ലേ, അത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 12 ഇഞ്ച് ലെങ്ത്തും ക്രോച്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 12 നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആ ക്രോച്ചിൻ്റെ അവിടുത്തെ ഒരു കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതൊന്ന് സി ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ക്രോച്ചിൻ്റെ വിഡ്ത്ത് കിട്ടുന്നത് ഒരു 14.5 കാരണം 12 + 2.5 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതി 14.5യുടെ പകുതി ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് പിടിച്ചിട്ട് ടേപ്പ് ഒന്ന് പയ്യെ മടക്കി വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 7.25 കിട്ടും. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് അങ്ങനെ താഴ്ത്ത് വരെ എടുക്കണം. അപ്പോൾ നമുക്ക് എനിക്ക് മൊത്തം ടോട്ടൽ എനിക്ക് വേണ്ടത് ഒരു 37-38 എനിക്ക് വേണ്ടത്. ടോട്ടൽ മൊത്തം ലെങ്ത്ത് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് അടിയിൽ വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 7.5 അതിൻ്റെ ഹാഫ് എടുത്തിട്ട് 14.5യുടെ പകുതിയിൽ അടി വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തേക്കുന്നത് ഒരു 37 ഇതിനകത്ത് എടുത്തേക്കുന്നത്. അതിനകത്ത് ഒരു 38 മാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊന്ന് ഇങ്ങനെ 2 ലൈൻ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മേലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ആ പകുതിയിലേക്ക് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് കാലിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് ഞാൻ നന്നായി ലൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ വേറൊരു ഇങ്ങനെ ഒരു ഡിസൈൻ പോലെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഭാഗം നന്നായിട്ട് ലൂസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 8 ഇഞ്ചിലേക്ക് അതിൻ്റെ മിഡിൽ നോക്കി 4-4ലേക്ക് മാർക്ക് ചെയ്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 4ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് മൊത്തം നമുക്ക് ടോട്ടൽ ഓപ്പണിംഗ് ഭാഗം കിട്ടേണ്ടത് 8 കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ 4ലേക്ക് എടുത്തിട്ട് ലൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 4ലേക്ക് വെച്ച് മാർക്ക് ചെയ്ത് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മേലെ നിന്ന് നമുക്കൊരു ഷേപ്പിന് താഴത്തേക്ക് വരച്ചു കൊടുക്കാം. അതൊരു കർവുള്ള സ്കെയിലാണെങ്കിൽ നല്ല ഷേപ്പിന് വരച്ച് കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് തന്നെ വരച്ചൊന്ന് ഷേപ്പാക്കി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴത്തേക്ക് അവിടെ നിന്ന്
വരച്ചെടുക്കുക. അതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡും അങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഈ സൈഡും അതേമാതിരി തന്നെ കാലിൻ്റെ പോർഷൻ നമുക്കൊന്ന് ഷേപ്പിന് വരച്ച് നിർത്താം. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പീസ്, ഇത് ഫ്രണ്ട് പാർട്ടാണിത്, ഫ്രണ്ട് ഭാഗത്തിൻ്റെ പാർട്ടാണ് നമ്മളിത് വെട്ടിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ബാക്ക് ഭാഗം നമുക്ക് ഇത് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലേന്ന് 6 ഇഞ്ച് എക്സ്ട്രാ നീക്കിയിട്ട് കൊടുത്തൊന്ന് കട്ട് ചെയ്യുന്നില്ല. താഴത്തുനിന്ന് ആ ഹിപ്പിൻ്റെ ആ ഭാഗം വരെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ വരെ നമുക്ക് കറക്റ്റായിട്ട് മേലേക്ക് കൊണ്ടുവരാം. പിന്നെ 6 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തള്ളിയിട്ടത് കട്ട് ചെയ്ത് കളയണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, അത് ലൂസ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെറ്റീരിയൽ തുണി ഒന്നും കൂടി നീക്കിയിട്ടിട്ട് നമുക്കിത് അങ്ങനെ തന്നെ വെച്ച് നമുക്കൊന്ന് വരച്ച് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ പാൻറ്റൊക്കെ അടിക്കുമ്പോൾ ഇത്തിരി കനമുള്ള തുണിയാണെങ്കിൽ നന്നായിട്ട് നിൽക്കും. ഇതിപ്പോൾ സിൽക്കി തുണിയാണോ, ഓരോ കസ്റ്റമർ കൊണ്ടുതരുന്നതനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഒപ്പം നിന്നിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ക്രോച്ചിൻ്റെ വളവിട്ട ഭാഗത്താണ് നമുക്ക് എക്സ്ട്രാ കൂട്ടേണ്ടത്. എൻ്റെ സൈഡിൽ ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം കറക്റ്റ് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അവിടുന്ന് ഞാൻ 2.5 ഇഞ്ച് എക്സ്ട്രാ ആണ് ഞാൻ മാർക്ക് ചെയ്ത് നിർത്തുന്നത്. അതേമാതിരി മേൽഭാഗത്തുനിന്നും നമുക്കൊരു 2.5 ഇഞ്ച് തന്നെ ഞാൻ കയറ്റി മാർക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. അവിടുന്ന് 2.5 കൊടുക്കാം. അതുതന്നെ താഴത്തേക്ക് ഒരു ലൈൻ വരച്ച് അവിടെ അതേ ഷേപ്പ് തന്നെ നമുക്കൊന്ന് കൊടുക്കാം. ഇവിടെ അങ്ങനെ തന്നെ ആ ഷേപ്പ് ഒന്ന് കൊടുക്കാം. ഈ താഴത്തേക്ക് നമുക്ക് 2 ഇഞ്ചിലേക്ക് തന്നെ കൊണ്ടുവരാം. പക്ഷെ ഞാനിപ്പോൾ ഏകദേശം ഒരു 1 ഇഞ്ചിൻ്റെ എക്സ്ട്രാ കൂടുതൽ എടുക്കുന്നുള്ളൂ. കാരണം ഇത് അത്യാവശ്യം ലൂസ് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. കറക്റ്റ് ഫിറ്റ് ആയിട്ടല്ല, പെൻസിൽ പാൻറ് പോലെ അല്ല നിൽക്കുന്നത്. നേരിയൊരു നാരോ പല്ലാസോ പോലെ നിൽക്കണതാണ്, നാരോ പാൻറ് പോലത്തെ പല്ലാസോ പാൻറ് പോലെ നിൽക്കണതാണ് ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു താഴത്തേക്ക് വരുമ്പോൾ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഫ്രണ്ട് പാർട്ട് വെട്ടിയാൽ തന്നെ അത്യാവശ്യം ലൂസ് ഇട്ടേക്കണ കാരണം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മുൻപ് 2 പാൻറ് പെൻസിൽ പാൻറ് ചെയ്യുന്നത് 2 തരത്തിലുള്ളത് വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. ഇനി ഒപ്പം വരച്ചിട്ട് ഈ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒപ്പം തന്നെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എക്സ്ട്രാ ഒന്നും കൂട്ടുകയും ചെയ്യണ്ട. പിന്നെ ഞാനിത് ബെൽറ്റിൻ്റെ ഭാഗം ഇതിന് വള്ളിയാണ് ചെയ്യുന്നത്, അലാസ്റ്റിക് അല്ല ചെയ്യുന്നത്. അപ്പോൾ വള്ളി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ, ഒന്ന് ഷെയറും ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നോളൂ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ അടിഭാഗത്തൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പീസ് ഒരു 3.5 ഇഞ്ച് വിഡ്ത്തിൽ ചെറിയൊരു പീസ് ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ട്. 3.5 ഇഞ്ചാണ്. അപ്പോൾ അതിങ്ങനെ ഒന്നാക്കി ഒന്ന് മടക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കതൊരു ഷേപ്പ്, ഈ ഷേപ്പ് കിട്ടണം. അതിങ്ങനെ മടക്കി വെച്ചിട്ട് ഫോൾഡിങ് ഭാഗത്തുനിന്ന് ഇങ്ങനെ മേലേക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ അമ്പർലൊക്കെ പോലത്തെ ഷേപ്പിൽ അതിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് നിവർത്തി വയ്ക്കുമ്പോൾ ഈ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ഇതേമാതിരി തന്നെ വേറൊരു ക്യാൻവാസ് 2ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് ഒരു 17 ഇഞ്ച് ലെങ്ത്തിലും 2.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് ആ ഫോൾഡിങ് ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നിവർന്ന് വരുമ്പോൾ ആ ഷേപ്പ് വന്നോളും. അത് മടങ്ങിയിരിക്കുന്ന ആ ഭാഗം ആയതുകൊണ്ടാണ് ഞാനത് അങ്ങനെ മടക്കി വെച്ചത്. ബാക്കിയുള്ളത് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ആ ഷേപ്പിലേക്ക് താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക. കാലിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് വെക്കുന്ന ഒരു ഡിസൈനാണിത്. ഓക്കെ, ഇപ്പം നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേ പോയിന്റിൽ തന്നെ വരച്ച പോയിന്റിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് നല്ല ലെങ്ത്ത് ഉള്ള പാൻ്റ് ആയതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 34 എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പീസ് 2.5 ഇഞ്ചിൽ ക്യാൻവാസ് വെച്ച് ഇങ്ങനെ നിവർത്തി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കുള്ള ലെങ്ത്ത് നിങ്ങൾക്ക് കിട്ടും. ഒരു 36 ഒക്കെ ലെങ്ത്ത് കിട്ടും. ഇതിപ്പോൾ ഇത്തിരി കാലിൻ്റെ താഴത്ത് വരെ നിൽക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ലെങ്ത്ത് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെൻസിൽ ബാൻഡൊക്കെ നമ്മുടെ കണങ്കാലിൻ്റെ അവിടെയൊക്കെ അല്ലേ കാല് കുറച്ച് കാണുന്ന രീതിയിലല്ലേ മേലേക്ക് കയറ്റി വെക്കുള്ളൂ. ഇത്തിരി ലെങ്ത്തിൽ ആണ് താഴത്ത് വരെ നിൽക്കുന്ന രീതിയിലാണ് ഇത്തിരി ലൂസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തുണി വേസ്റ്റ് തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമുക്ക് അതൊന്ന് വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡിസൈൻ്റെ ആ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പൊട്ടപ്പുറത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അതേമാതിരി തന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഈ പീസ് നമുക്ക് ചെയ്തെടുക്കണം. നമ്മൾ അത് കൂടി മടക്കി വെച്ചാൽ ഫോൾഡിങ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്ട്രാ കൂടുതൽ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടിങ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ടെടുക്കുക. അത് മടങ്ങി വരുന്ന പോലെ അതിൻ്റെ സ്റ്റിച്ചിങ് തൊടാണ്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ മറിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് അയൺ ചെയ്ത് നമുക്കതിൻ്റെ മേലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന തുണി ഒന്നല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിവിടെ മടക്കി വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ ഈ പീസ് നമുക്ക് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം, ഈ സൈഡ് ക്രോച്ചിൻ്റെ ഈ ഭാഗം സി ഷേപ്പിൽ നിൽക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ ആദ്യം തന്നെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 ഭാഗം കൂടി ഇതിൻ്റെ സൈഡ്, നടുവിലെ ഭാഗമല്ല സൈഡ് ഭാഗം ആദ്യം തന്നെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇതിന് താഴ്ത്ത് വരാൻ കൂട്ടി അടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഞാൻ കാലിൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത്, അതും ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മേലേൽ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. താഴത്തേക്ക് വരെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. നിങ്ങൾ കുറേ പേര് കുറേ വീഡിയോകളൊക്കെ ചെയ്ത് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ചെയ്ത് തരാം കേട്ടോ. കാരണം എനിക്ക് പുറത്തേക്ക് സ്റ്റിച്ചിങ് ഇപ്പോൾ ഇത്തിരി തിരക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകുന്നതും നിങ്ങൾ പറയുന്നത് അപ്പം എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. എല്ലാം ഞാൻ ചെയ്ത് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഓരോരുത്തർ ഓരോ മോഡലുകൾ ചെയ്ത് കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാനും ഞാൻ ചെയ്ത് വീഡിയോ ഒക്കെ ഇടാം. ഇപ്പോൾ പുറത്ത് സ്റ്റിച്ചിങ് ഇത്തിരി കൂടുതലായതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. ഇനി നമ്മൾ ഇതിൻ്റെ കാലിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് ഇപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണം ആ പീസ് എടുത്ത് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് 1 ഇഞ്ച് മേലെ കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയിടാം. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് കണ്ടില്ലേ? ഇനി ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഭാഗവും നമുക്ക് ഇതേമാതിരി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് കാല് എൻ്റെ ഉൾവശം നടുവിലെ ഭാഗം നമ്മൾ യോജിപ്പിക്കുമ്പോൾ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്കിത് കൂട്ടി യോജിപ്പിച്ചിട്ട് കാലിൻ്റെ ഈ ഭാഗം ഒന്ന് സൈഡ് ഒന്ന് കൂട്ടിയെടുക്കാം.
7ലേക്കാണ് ഓപ്പണിംഗ് ഭാഗത്തിൻ്റെ അളവ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് എക്സ്ട്രാ നിൽക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ നേരത്തെ അടിച്ചതുണ്ടല്ലോ അതൊരു സ്ലിറ്റ് പോലെ എങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ചതുരത്തിൽ അടിച്ചിട്ടിട്ട് നമുക്ക് ലാസ്റ്റ് മടക്കി വെക്കുമ്പോൾ അതൊന്ന് ആ സ്റ്റിച്ചിങ് ഒന്ന് വിടിയിച്ച് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹോള് പോലെ വള്ളിയിട്ട് കൊടുക്കാൻ കോർത്തെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. എന്നിട്ട് നടുവിൽ ആദ്യം നമ്മൾ ചെയ്തേക്കണ സ്റ്റിച്ച് ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. നമുക്ക് കാണുന്നുണ്ടോ അത്? ഇനി നമുക്ക് ഇതൊന്നും ഇങ്ങനെ മടക്കിയിട്ട് 2 ഇഞ്ചാണല്ലോ നമ്മൾ കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തേര് ഭാഗം ആയതുകൊണ്ടാണ് 1/4 ഇഞ്ച് ആദ്യം മടക്കി അടിക്കാത്തത്. അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കി അടിച്ചിട്ട് വേണം പിന്നെ നമുക്കൊന്ന് എത്ര വീതി എന്ന് വെച്ചാൽ വേണ്ട മടക്കി അടിക്കേണ്ടത്. ഇതിപ്പോൾ തേര് ഭാഗം കാരണം ഞാൻ നേരിട്ട് തന്നെ 2 ഇഞ്ച് നോക്കി മടക്കി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാലിൻ്റെ ഓപ്പണിംഗ് ഭാഗം കണ്ടോ? ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതിനകത്ത് കൂടെ നമുക്ക് ആ ഹോളിൽ കൂടെ നമുക്ക് അതിന് വള്ളിയിട്ട് കൊടുക്കണം. വള്ളി ഞാൻ റെഡിമെയ്ഡ് എടുക്കണമെന്ന് ഞാൻ ഇട്ടിട്ടില്ല. അതിൽ കൂടെ വള്ളിയിട്ട് കൊടുക്കാം. അലാസ്റ്റിക് ആണെങ്കിൽ അലാസ്റ്റിക് വയ്ക്കാം. ഇത് ടോട്ടൽ ലെങ്ത് നമുക്ക് 38.5 കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.